നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണിന്ന് ആധുനിക യുദ്ധകളത്തിലെ ഡ്രോണുകളുടെ വേഗത്തിലുള്ള വർധനവ്. ഡ്രോണുകളുടെ വേഗത്തിലുള്ള കടന്നുകയറ്റം ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. നിലവിൽ റഷ്യയും യുക്രൈനും മുൻനിരകളിൽ സർവ്വവ്യാപിയായി മാറിയ ആയിരക്കണക്കിന് ഡ്രോണുകളുമായാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ അയച്ച 600ഓളം ഡ്രോണുകളെ തടഞ്ഞ് ശിഥിലമാക്കിക്കൊണ്ട് ഇന്ത്യ ഈ ഭീഷണിയെ അന്ന് വിജയകരമായി നേരിട്ടിരുന്നു. പരമ്പരാഗത വ്യോമ പ്രതിരോധ ശൃംഖലകൾ യുദ്ധവിമാനങ്ങളെയും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാനാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. $20,000 മാത്രം വിലമതിക്കുന്ന ഒരു ഡ്രോണിനെ നശിപ്പിക്കാൻ ലക്ഷക്കണക്കിന് ഡോളർ ചെലവുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിനാണ് പല രാജ്യങ്ങൾക്കും വഴിവെക്കുന്നത്. ഇതിനുള്ള പരിഹാരമായി കുറഞ്ഞ ചിലവിൽ വലിയ അളവിലുള്ള ഡ്രോണുകളെ നേരിടാൻ ശേഷിയുള്ള സംവിധാനങ്ങളിലേക്കാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യ ഇതിനായി അത്യാധുനിക രീതിയിൽ നവീകരിച്ച L-70 ZU-23 എയർ ഡിഫൻസ് ഗണ്ണുകൾ വിജയകരമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഡ്രോണുകളുടെ ഫ്രീക്വൻസികളെ തടസ്സപ്പെടുത്തുന്ന ലേസറുകളും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും ഇതിനായി വിന്യസിക്കപ്പെടുന്നുണ്ട്. കരയിൽ നിന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഗൈഡഡ് റോക്കറ്റുകളാണ് മറ്റൊരു പ്രധാന മാർഗം. ഗൈഡഡ് അല്ലാത്ത സാധാരണ റോക്കറ്റുകളിൽ ലേസർ ഗൈഡൻസ് കിറ്റുകൾ ഘടിപ്പിച്ച് ചെലവ് കുറഞ്ഞ് കൃത്യതയാർന്ന ആയുധങ്ങളാക്കി മാറ്റുന്നതാണ് മറ്റൊരു പ്രധാന പോംവഴി. അമേരിക്കയുടെ APKWS അഥവാ അഡ്വാൻസ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം, യൂറോപ്പിന്റെ FZ-275 LGR എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. അമേരിക്ക ഹൈഡ്ര 70 റോക്കറ്റിൽ അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം ഘടിപ്പിച്ച് ഇറാനിയൻ ഷാഹദ് ഡ്രോണുകളെ വിജയകരമായി തകർത്തിട്ടുണ്ട്. F-16, F-15, F-18, A-10 തണ്ടർബോൾട്ട് 2, യൂറോ ഫൈറ്റർ, ടൈഫോൺ തുടങ്ങിയ യുദ്ധവിമാനങ്ങളിൽ ഈ സംവിധാനം ഇതിനകം വിന്യസിച്ചിട്ടുമുണ്ട്. ഇന്ത്യയും ഈ രംഗത്ത് നിർണായക ചുവടുവെപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് 2024 ജൂണിൽ HAL രുദ്ര പ്രൊജക്ട് ഹെലികോപ്റ്ററുകൾക്കായി ഇത്തരം ഗൈഡഡ് കിറ്റുകൾ പ്രാദേശികമായി നിർമ്മിക്കാൻ കരാർ ഒപ്പിട്ടിരുന്നു. രുദ്ര പ്രൊജക്ട് ആക്രമണ ഹെലികോപ്റ്ററുകളിൽ നിന്ന് വിക്ഷേപിക്കുന്ന 70mm റോക്കറ്റുകൾക്കായി 900 ഗ്രാം ഭാരമുള്ള വാർഹെഡ് വികസിപ്പിക്കാനാണ് വ്യോമസേന ലക്ഷ്യമിടുന്നത്. 25 മീറ്റർ വരെ സ്ഫോടന പരിധിയുള്ള ഈ വാർഹെഡ് സോം ഡ്രോണുകളെ ഒരേ സമയം നശിപ്പിക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ്. ഇതോടൊപ്പം ലേസർ ഗൈഡഡ് പതിപ്പുകളും വികസിപ്പിക്കാനാണ് പദ്ധതി. അതേസമയം IIT മദ്രാസും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ചേർന്ന് 80mm റോക്കറ്റുകൾക്കായിട്ടുള്ള തദ്ദേശീയ ഗൈഡഡ് കിറ്റും വികസിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ Mi-17, Mi-35 ഹെലികോപ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന ഈ റോക്കറ്റുകളുടെ കൃത്യത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യൻ നാവികസേനയും തദ്ദേശീയമായി നിർമ്മിക്കുന്ന 80mm റോക്കറ്റുകൾ വികസിപ്പിക്കാൻ ഇതിനകം താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. ഡ്രോണുകളെ നേരിടാൻ ഏറ്റവും അനുയോജ്യമായ പ്ലാറ്റ്ഫോമായി ഹെലികോപ്റ്ററുകളെയാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുന്നത്. മണിക്കൂറിന് ഏകദേശം 200 കിലോമീറ്റർ വേഗതയിൽ മാത്രം സഞ്ചരിക്കുന്ന ഷാഹദ് ഗരൻ വിഭാഗം ഡ്രോണുകളെ ഹെലികോപ്റ്ററുകൾക്ക് വളരെ എളുപ്പത്തിൽ പിന്തുടരാനും കൃത്യമായി ലക്ഷ്യമിടാനും കഴിയും. യുദ്ധവിമാനങ്ങൾക്ക് കുറഞ്ഞ വേഗതയിൽ ദീർഘനേരം സുരക്ഷിതമായി പ്രവർത്തിക്കാൻ കഴിയാത്തത് ഇത്തരം ദൗത്യങ്ങളിൽ വെല്ലുവിളിയാകുമ്പോൾ ഹെലികോപ്റ്ററുകൾക്ക് അതേ ഉയരത്തിലും വേഗതയിലും സ്ഥിരതയോടെ പറന്ന തോക്കുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് ഡ്രോണുകളെ തകർക്കാൻ സാധിക്കും. റൺവേ ആവശ്യമില്ലാത്തതിനാൽ അതിർത്തിക്ക് സമീപം തന്നെ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കാനാകുന്നതും മറ്റൊരു നേട്ടമാണ്. ആധുനിക ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകളും തെർമൽ ഇമേജറുകളും ഉപയോഗിച്ച് ചെറിയ ഡ്രോണുകളെ പോലും കണ്ടെത്താനും ഇവയ്ക്ക് കഴിയും. ഡ്രോൺ ഭീഷണികളെ നേരിടാനുള്ള പുതിയ തന്ത്രങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ത്യൻ വ്യോമസേന അടുത്തിടെ എക്സർസൈസ് റോട്ടർ ക്ലാബ് 3 എന്ന കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം പരിശീലനം പൂർത്തിയാക്കിയിരുന്നു. ഡ്രോണുകളെ തകർക്കുന്നതിനൊപ്പം അവയുടെ നിയന്ത്രണ കേന്ദ്രങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന തന്ത്രങ്ങളും പരിശീലനത്തിന്റെ ഭാഗമായി പരീക്ഷിച്ചിരുന്നു. ഡ്രോൺ ആക്രമണങ്ങൾ ആധുനിക യുദ്ധത്തിന്റെ മുഖ്യ ഭീഷണിയായി മാറുന്ന സാഹചര്യത്തിൽ പ്രത്യേക ഡ്രോൺ ആയുധങ്ങളായി ഹെലികോപ്റ്ററുകളെ രംഗത്തിറക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ നീക്കം ഭാവിയിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിർണായകമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രതിരോധ രംഗത്തെ വിലയിരുത്തൽ.